എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഈ വർഷം അല്ലെങ്കിൽ ഈ വർഷം അടുത്ത വർഷത്തിനകത്ത് കല്യാണം ഉണ്ടാവുന്നു. വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അവരുടെ ആഗ്രഹമാണല്ലോ, ഇത്രയും നാള് അവിടെ എന്റെ ആഗ്രഹത്തിനായിരുന്നു അവർ കൂടെ നിന്നത്. ഇനി അപ്പൊ അവരുടെ ആഗ്രഹത്തിന് ഞാൻ കൂടെ നിൽക്കണം. കല്യാണം നോക്കുന്നുണ്ട്, നല്ല ആലോചന വന്നാൽ ഉറപ്പായിട്ടും പെട്ടെന്ന് കല്യാണം നടത്തും. ബിഗ് ബോസിന്ന് കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ആവശ്യത്തിന് മാത്രം. എപ്പോഴും ഇങ്ങനെ ഡീപ്പായിട്ട് ഭയങ്കര കോൾസും മെസ്സേജസും ഒന്നുമില്ല. എല്ലാവരുമായിട്ട് എനിക്ക് മിങ്കിൾ ചെയ്യാൻ താല്പര്യമുണ്ട്, ആവശ്യത്തിന് മാത്രം. പിന്നെ ബിന്നി ഇപ്പൊ എന്നെ അവളുടെ ലോഞ്ചിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരുമായിട്ട് കോണ്ടാക്ട് അങ്ങനെ ഇല്ല. എന്നെ വിളിക്കുന്നുണ്ട്, ഞാനും വിളിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഈ ദൈവവിശ്വാസം കൂടുതലാണ്, നല്ല കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോ ദൈവത്തെ ഒരുപാട് വിശ്വസിക്കുന്നത് കൊണ്ട് ആയിരിക്കാം എനിക്ക് പലതും അങ്ങനെ തോന്നാറുണ്ട്. ഒരു അനുഗ്രഹം പോലെ തോന്നാറുണ്ട്. പല മോശപ്പെട്ട സിറ്റുവേഷൻസ് വന്നപ്പോഴും ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് അതെല്ലാം മാറി കിട്ടിയായിരുന്നു ഒരു സമയം. ഒരു സമയം എന്ന് പറയുമ്പോൾ പല സമയങ്ങൾ, ബിഗ് ബോസ് മാത്രമല്ല കേട്ടോ, അല്ലാതെ അതിന് മുന്നേ ആണെങ്കിലും നമുക്കൊരു മോശപ്പെട്ടൊരു സിറ്റുവേഷൻ വന്നാലും നമ്മള് ദൈവത്തെ വിളിക്കത്തില്ലേ? വിളിക്കാത്ത ആരുമില്ല. ദൈവവിശ്വാസം ഇല്ല, ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ പോലും ദൈവത്തെ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ആരും ആയിക്കോട്ടെ, സപ്പോർട്ട് ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെയല്ല ഇപ്പൊ ഞാൻ കമന്റ് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഇത് മനുഷ്യരാന്ന് ഞാൻ ചിന്തിക്കും. ഇപ്പോഴത്തെ പൊങ്കാല ശരിക്കും സ്പെഷ്യലാണ്. ബിഗ് ബോസിന്റെ വിജയത്തിന് ശേഷമുള്ള ആദ്യത്തെ പൊങ്കാല എങ്ങനെയുണ്ട്? നല്ലതാണ്. എല്ലാ വർഷത്തെ പോലെ തന്നെ തോന്നുന്നു, കുറച്ചും കൂടെ സൈലന്റ് ആയിട്ട് തോന്നുന്നു. കാരണം അധികം തിരക്കൊന്നുമില്ല. മീൻസ് പൊങ്കൽ ഇടാൻ ആളുകളുണ്ട്, അല്ലാതെ ഈ പറയുന്ന പോലെ വണ്ടിയുടെ ഒക്കെ ശല്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഭക്ഷണമാണെങ്കിലും പൊങ്കാലിടുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട്, അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായി ഇപ്പൊ ഇപ്രാവശ്യം വെയിലിന്റെ പ്രശ്നം ആരും നോക്കുന്നില്ല. പൊങ്കാലിടുമ്പോ ആരും വെയിൽ നോക്കില്ലല്ലോ, അതൊന്നും നോക്കുന്നില്ല. എല്ലാവർക്കും നന്നായിട്ട് പൊങ്കാലിടാൻ പറ്റി. ഇപ്രാവശ്യത്തെ ക്രമീകരണങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഇപ്രാവശ്യം നന്നായി, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. കുടുംബത്തോടൊപ്പമാണോ? എല്ലാ പ്രാവശ്യവും ഒരുമിച്ചായിടുന്നത്. ഇപ്രാവശ്യം അമ്മയും ചേച്ചിയും കസിൻസും എല്ലാവരും ഉണ്ട്. എപ്പോഴും എല്ലാവരും പറയും അനുമോൾക്ക് വലിയൊരു ദൈവകൃപയുള്ള അല്ലെങ്കിൽ ഒരു അനുഗ്രഹമുള്ള കുട്ടിയാണ് എന്ന് എപ്പോഴും പറയാറുണ്ട് അമ്മമാരൊക്കെ കൂടുതൽ. അങ്ങനെ എനിക്ക് ഈ ദൈവവിശ്വാസം കൂടുതലാണ്, നല്ല കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോ ദൈവത്തെ ഒരുപാട് വിശ്വസിക്കുന്നത് കൊണ്ട് ആയിരിക്കാം എനിക്ക് പലതും അങ്ങനെ തോന്നാറുണ്ട്, ഒരു അനുഗ്രഹം പോലെ തോന്നാറുണ്ട്. മോശ സമയങ്ങൾ വരുമ്പോ അതിനെ കളയാവുന്ന ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അത് പറയാൻ കാരണം ചില വീഡിയോകളുടെ കമന്റ് ആണ് ഞാൻ പറയാൻ കാരണം. ചില വീഡിയോ ഒക്കെ താഴെ നല്ല ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ്, ദൈവഭക്തിയുള്ള കുട്ടിയാണ്, അങ്ങനെയൊക്കെ കമന്റ്സ് കാണാറുണ്ട്. അത് ചിലപ്പോൾ സത്യമായിരിക്കും. കാരണം പല മോശപ്പെട്ട സിറ്റുവേഷൻസ് വന്നപ്പോഴും ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് അതെല്ലാം മാറി കിട്ടിയായിരുന്നു ഒരു സമയം. ഒരു സമയം എന്ന് പറയുമ്പോൾ പല സമയങ്ങൾ, ബിഗ് ബോസ് മാത്രമല്ല കേട്ടോ, അല്ലാതെ അതിന് മുന്നേ ആണെങ്കിലും എപ്പോഴും ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് മോശപ്പെട്ട സമയങ്ങളിൽ എടുത്ത് ചാടുന്നതിന് മുന്നേ എനിക്ക് ദൈവം കാണിച്ചു തരുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. അത് അനുഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പൊങ്കാല ഇടുമ്പോഴാണെങ്കിലും ഭയങ്കര ചുറ്റുമുള്ള ഒന്നും ശ്രദ്ധിക്കാതെ ഭയങ്കര നമ്മള് ഈ ഒരു കഴിഞ്ഞ വർഷം പൊങ്കാല ഇട്ടു. അപ്പൊ ഇപ്രാവശ്യം ആ കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത വർഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഈ ഒരു വർഷത്തിന് വേണ്ടി, ഈ ഒരു ആറ്റുവൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം. അപ്പൊ കഴിഞ്ഞ വർഷം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ആഗ്രഹിച്ചിട്ടാണ് പൊങ്കാല ഇടുന്നത് എല്ലാവരും, ഞാൻ മാത്രമല്ല. അപ്പൊ അത് അമ്മ നടത്തി തന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്രാവശ്യവും നമ്മളിങ്ങനെ ആഗ്രഹിച്ച് വ്രതമൊക്കെ എടുത്ത് അത്രയും ശുദ്ധിയോട് കൂടി നമ്മൾ പൊങ്കാലിടുമ്പോ വേറൊന്നും നമ്മൾ ചിന്തിക്കില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുക, മനസ്സുരുക്കി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, വേറൊന്നും ചിന്തിക്കരുത് ആ സമയത്ത്. അപ്പോ അത് മാത്രമേ ഉള്ളൂ. അത് ആലോചിച്ചു, അത് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ പല അമ്പലങ്ങളിൽ പോകുമ്പോഴാണെങ്കിലും അനുമോൾ അധികം ഇപ്പൊ പറഞ്ഞല്ലോ ഭക്തിയാണെന്നുള്ളത്. ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ചിലര് പറയും, ഓ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണല്ലേ ബിഗ് ബോസ് ഫസ്റ്റ് കിട്ടിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ചില കമന്റ് വരും. അത് പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ രണ്ടാണ്, വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാത്ത മനുഷ്യനില്ല. ഇപ്പൊ നമുക്കിപ്പോ ഒരു കാലിലൊരു തട്ടലോ പറ്റിയാലോ എവിടെയെങ്കിലും കൈ മുറിഞ്ഞാലോ അയ്യോ അമ്മേ അല്ല ദൈവമേ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഏതൊരു മനുഷ്യനായിട്ടുള്ള ജനിച്ച ഏതൊരാളും വിളിക്കുന്നതാണ് അയ്യോ അമ്മേ, അല്ലെങ്കിൽ അയ്യോ അച്ഛ, അല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിക്കാറുണ്ട്. നമുക്കൊരു മോശപ്പെട്ടൊരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ ദൈവത്തെ വിളിക്കത്തില്ലേ? വിളിക്കാത്ത ആരുമില്ല. ദൈവവിശ്വാസം ഇല്ല, ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ പോലും
ദൈവത്തെ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു ഗുണമാണ്. ഇപ്പൊ പ്രാർത്ഥിക്കാത്ത ആൾക്കാരും പ്രാർത്ഥിക്കുന്ന ആൾക്കാരും നമ്മൾ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ കുട്ടി ഇത്രയും പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, ഇപ്പൊ ഒരു വ്യക്തി നന്നായിട്ട് പഠിച്ചത് കൊണ്ടാണ് അവൾക്ക് ജോലി കിട്ടിയത്, നന്നായിട്ട് പഠിച്ചത് കൊണ്ടാണ് അവള് ജയിച്ചതെന്ന് പറയുന്നതും പഠിക്കാതെ മാർക്ക് മേടിക്കുന്നത് രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് നന്നായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും അത്ര വിശ്വാസമുള്ളതുകൊണ്ടാണ് ദൈവം എനിക്ക് നല്ലത് തരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പറയുന്നവര് വെറും മണ്ടന്മാരെന്ന് ഞാൻ പറയുള്ളൂ. മണ്ടന്മാരെന്നല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുവേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഈ പ്രേക്ഷകരുടെ സപ്പോർട്ടിനെ ഈ കൂടോത്രന്നൊക്കെ പറഞ്ഞു എന്റെ പ്ലാച്ചി, എന്റെ ഇത് ഡോൾ, അതിൽ എന്തോ കൂടോത്രം നിറച്ചിട്ടാണ് ഞാൻ പോയത്. അതുള്ളത് കൊണ്ടാണ് ഞാൻ ജയിച്ചത്. പിന്നെ വേറെ ഒരു കാര്യം, കൊച്ചിയല്ല, തൃശ്ശൂർ ഒരു ടെമ്പിൾ ഉണ്ട്. ഞാൻ വിഷ്ണുമായ ടെമ്പിളാ. ശരിക്കും പറഞ്ഞു ഞാൻ വേറൊരു ടെമ്പിളിൽ പോയിട്ട് വരുന്ന വഴിക്ക് ആ ടെമ്പിളിന്റെ ഒരു ഭംഗിയുണ്ട്, കയറിയതാണ്. കേറിയപ്പോ അവിടുത്തെ ആൾക്കാർ വീഡിയോ എടുത്തിട്ടതാണ് ശരിക്കും. അപ്പൊ ആ ടെമ്പിളിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ അവിടെ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. ചിലപ്പോ അങ്ങനെ ആയപ്പോ എന്താ പ്രശ്നം, നമ്മളിപ്പോ ഒരാള് തോൽപ്പിക്കണം അല്ലെങ്കിൽ ഒരാള് നശിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ നമ്മൾ ജയിക്കുന്നത്. നമ്മൾ ദൈവത്തിനോട് അത്ര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാത്തോണ്ട് അല്ലല്ലോ ഇവരൊക്കെ നിൽക്കുന്നത്. എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയത് കൊണ്ടും എനിക്ക് അത്ര വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും എനിക്ക് ദൈവം നല്ലത് തരുന്നതും. അവർക്കത് ചെയ്തുകൂടാ ഞാൻ ചോദിക്കുന്നതാണ്. എവിടെ ഇരുന്നാലും വീട്ടിലിരുന്നാലും പ്രാർത്ഥിക്കാം. തോളിലും തൂയ്മയിലും ദൈവം ഉണ്ടെന്ന് പറയത്തില്ലേ? അങ്ങനെയൊന്നുമില്ല. ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഭക്തി ഉണ്ടായാൽ മാത്രം മതി. ഈ പറയുന്ന പോലെ ഞാൻ ഇപ്പോഴും എല്ലാവരുടെയും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് നന്നാവുന്നതോ അവർക്ക് വിജയം ഉണ്ടാവുന്നത് കണ്ടിട്ട് നമ്മൾ ഈ അസൂയപ്പെടുകയോ നമുക്ക് എന്തെങ്കിലും നമ്മൾ അത് നശിക്കണം അല്ലെങ്കിൽ ആ ഒരു വിജയം കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും മോശപ്പെട്ട് നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് നെഗറ്റീവ് വരുന്നത്. ഈ ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് നെഗറ്റീവ് വരുന്നത്. ഒരിക്കലും ലൈഫിൽ രക്ഷപ്പെടത്തില്ല അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ. ഒരാളുടെ വിജയം കണ്ട് നമ്മള് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ദൈവം നല്ലതേ തരുള്ളൂ. അല്ലാതെ അവർക്ക് അത് ഇത്രയും കിട്ടി, അവൾ ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും, അവൾ ഇത്രയും ചെയ്തു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് അവിടെ സമയം പോകുന്നല്ലാണ്ട് ലൈഫിൽ ഒരിടത്തും എത്താൻ പറ്റില്ല. ചിലപ്പം ഈ ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ പ്രത്യേകിച്ച് ഈ മലയാളി മനുഷ്യരാണ് ഈ കമന്റ് ഇടാന്ന ആൾക്കാർക്കായിട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇവർക്കൊക്കെ വേറെ പണിയില്ലേ? ആ സമയം കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ബുക്ക് എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കാം, TV കണ്ടുകൊണ്ടിരിക്കാം, പോട്ടെ. അങ്ങനെ ഇപ്പൊ എന്റെ എന്നല്ല, ഇനി ആരുടെ എന്തും വീഡിയോ കണ്ടാലും എന്തിനാ ഇങ്ങനെ കമന്റ് നെഗറ്റീവ് ഇടുന്നത്? അപ്പൊ അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആ നെഗറ്റീവ് ചിന്തയുള്ള ആളുകള് അവർ അവർ താമസിക്കുന്ന വീട്ടില് എന്ത് നെഗറ്റീവ് എനർജി ആയിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവോ, ഞാൻ ഇതൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരിൽ ഒരാൾ ഭയങ്കര നെഗറ്റീവ് എനർജി ആണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും എന്റെ വീട് നെഗറ്റീവ് എനർജി ആവും. ഒരിക്കലും രക്ഷപ്പെടില്ല. നമ്മൾ ഇനി എന്ത് നല്ലത് ചെയ്തെന്ന് പറഞ്ഞാലും കൂടെയുള്ള ഇപ്പൊ ഞാൻ നല്ലത് ചെയ്തെന്ന് പറഞ്ഞാലും ആ ഫാമിലി രക്ഷപ്പെടാൻ പോകുന്നില്ല. 5 പേര് നല്ലതായിരിക്കണം, നല്ല ചിന്തയോട് കൂടി ഇരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇത്രയും എന്റെ ലൈഫിൽ നിന്ന് ഞാൻ ഇത്രയും പഠിച്ചൊരു കാര്യമാണ്. നമ്മൾ ഒരാളുടെ ജയം കണ്ട് നമ്മൾ സന്തോഷിക്കണം. ഒരിക്കലും നമ്മൾ ഒരാളുടെ ജയം കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അസൂയപ്പെടരുത്. നമ്മൾ അവരിലൊരു ഭാഗമാകാൻ ശ്രമിക്കണം. നന്നായി അല്ലെങ്കിൽ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമുക്കും നന്നായിരിക്കണം, നമുക്കും അതുപോലെ നന്നായിട്ട് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാതെ അതിൽ നിന്നും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തെറ്റുകൾ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് നെഗറ്റീവ് കണ്ടുപിടിക്കാനാണ് ഇപ്പോഴത്തെ ആൾക്കാർ ശ്രമിക്കുന്നത്. പക്ഷെ നമുക്ക് നെഗറ്റീവ് ആര് കമന്റ് ഇട്ടാലും അതിന്റെ അടിയിൽ പോയി അത് അങ്ങനെയല്ല എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇഷ്ടം പോലെ. അത് PR ആരും ആയിക്കോട്ടെ, സപ്പോർട്ട് ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെയല്ല ഇപ്പൊ ഞാൻ കമന്റ് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഇത് മനുഷ്യരാന്ന് ഞാൻ ചിന്തിക്കും. അടിയിൽ പോയിട്ട് കമന്റ് കൊടുക്കണമെന്നുണ്ട്, പേഴ്സണലായിട്ട് പോയി കൊടുക്കണമെന്നുണ്ട് എനിക്ക് തോന്നും. പക്ഷെ എനിക്ക് പിന്നെ ഞാൻ മനസ്സിൽ പിടിച്ചത് എന്തിനാ വെറുതെ സമയം കളയുന്നേ? ഇവർക്ക് ഒരു പണിയില്ലാണ്ടിരിക്കുന്നവരാണ് ഇങ്ങനത്തെ കമന്റ് ഇടുന്നത്. അപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ദൈവം എല്ലാം തരുന്നുണ്ട്, സന്തോഷം തരുന്നുണ്ട്, ആവശ്യത്തിനുള്ള എല്ലാം തരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇപ്പം ഇയാളാണെങ്കിൽ പോലും നമുക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ എത്ര വയസ്സുവരെ നമ്മൾ ജീവിക്കുന്നു നമുക്കറിയത്തില്ല. അപ്പൊ ആ ഇരിക്കുന്ന പ്രായം വരെ നമ്മൾ സന്തോഷത്തോടെ ഫാമിലിയുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെ സന്തോഷമുണ്ടോ അതൊക്കെ സന്തോഷിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുക. നമ്മളിനി എത്ര കാശ് കൂട്ടി വെച്ചാലും
പെട്ടെന്ന് നമുക്കൊരു അസുഖം വന്നാൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റാത്തത്, എത്ര കാശ് കൊടുത്ത് ചികിത്സിക്കാൻ പറ്റാത്തൊരു അസുഖമായിരിക്കും ചിലപ്പോൾ വരിക. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇരിക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ട് ഇപ്പൊ നമ്മളിപ്പോ താഴെ കിടക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ജയം കണ്ടിട്ട് വീട്ടിൽ നോക്കിയിരുന്നെങ്കിൽ നമ്മൾ എടുത്തു എത്തൂല. നമ്മളെ കാര്യങ്ങൾ നോക്കി നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന വാർത്തകൾ കാണുന്നു, സത്യാവസ്ഥ? സിനിമന്ന് വരുന്നുണ്ട്. അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സിനിമ ചെയ്യണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നല്ല ടീമിന്റെ കൂടെ, നല്ല പ്രൊഡക്ഷൻ്റെ കൂടെ. അങ്ങനെ നല്ലത് വന്നാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. ഇപ്പൊ കറന്റ് ഇപ്പൊ ഞാൻ ഏഷ്യനിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, ഒരു ടെലിവിഷൻ പ്രോഗ്രാം. അപ്പൊ അത് ഏപ്രിലിൽ ടെലികാസ്റ്റ് ചെയ്യും. ഇടയ്ക്കാണ് അനുമോൾ എന്തോ ബിസിനസ്സിലേക്ക് കടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഓരോരുത്തർക്കും ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു വിദ്യയാണ്, അപ്പൊ നിമിത്തമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോ അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഇതാണ് എന്നൊക്കെ തോന്നും. ചില സമയത്ത് തോന്നുന്നതാണ്. അങ്ങനെ ഇപ്പം മോശമില്ലാത്ത നല്ല രീതിയിൽ പോവുകയാണ്. ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പോവുകയാണ്. ഈ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുകയാണ്. അപ്പം ഇനി നെക്സ്റ്റ് അതാണ് ഫ്യൂച്ചർ. ഇപ്പൊ ബിഗ് ബോസിന് ശേഷം ഏറ്റവും കൂടുതൽ ഇപ്പൊ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ബിഗ് ബോസിന്ന് കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ആവശ്യത്തിന് മാത്രം ഒരു ഹായ് ബൈ, ഇടയ്ക്കൊക്കെ ജസ്റ്റ് എന്തെങ്കിലും മെസ്സേജ് അയക്കും. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡീപ്പായിട്ട് ഭയങ്കര കോൾസും മെസ്സേജസും ഒന്നുമില്ല. എല്ലാവരുമായിട്ട് എനിക്ക് മിങ്കിൾ ചെയ്യാൻ താല്പര്യമുണ്ട്, ആവശ്യത്തിന് മാത്രം. ഇപ്പൊ പോലും ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി, പിന്നെ പ്രവീൺ, മസ്താനി, ഒനീലേട്ടൻ, അഭിലാഷ്, നെവിൻ, ജിഷിൻ ചേട്ടൻ, ഇവർ ഇത്രയും പേരായിട്ടാണ് ഞാൻ കോണ്ടാക്ട് നമ്പർ ഉള്ളതും ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കുന്നവർ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ആരുമായിട്ടും ഇല്ല കേട്ടോ. പിന്നെ ബിന്നി ഇപ്പൊ എന്നെ അവളുടെ ലോഞ്ചിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരുമായിട്ട് കോണ്ടാക്ട് അങ്ങനെ ഇല്ല. എന്നെ വിളിക്കുന്നുണ്ട്, ഞാനും വിളിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ലൈഫ് നന്നായിട്ട് പോവുകയാണ്. എന്റെ കാര്യങ്ങളൊക്കെ നോക്കി, വർക്കും കാര്യങ്ങളും നോക്കി ഞാൻ തിരക്കായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് ഓക്കെ. ചിലപ്പോ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം കേട്ട് അടുത്തതായി, എന്നാണ് അനുമോളുടെ കല്യാണം? അതാ ഞാൻ പറഞ്ഞത്. ഈ കല്യാണം എന്ന് പറയുന്നതാണെങ്കിലും ഒരു ജോലി എന്ന് പറയുന്നതാണെങ്കിലും പിന്നെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതൊക്കെ എന്ന് പറയുന്ന ഒരു സമയമാണ്, നമുക്കൊരു സമയമുണ്ട്. ആ സമയത്ത് അതൊക്കെ നടക്കുകയുള്ളൂ. ഇപ്പൊ എനിക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. നാളെ എന്റെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അപ്പൊ നമ്മൾ എത്ര വാശിക്ക് ആ കല്യാണം നടത്തിയാലും അത്ര ആ വാശിക്ക് നടന്നാൽ അത് പിന്നെ തകടം പറഞ്ഞേ പോവുള്ളൂ. അപ്പൊ അതിനൊരു സമയമുണ്ട്. അപ്പൊ എനിക്കിപ്പം ഈ ഒരു വർഷം അതിനുള്ള സമയം നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഈ വർഷം അല്ലെങ്കിൽ ഈ വർഷം അടുത്ത വർഷത്തിനകത്ത് കല്യാണം ഉണ്ടാവുന്നു. വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അവരുടെ ആഗ്രഹമാണല്ലോ. ഇത്രയും നാള് അവിടെ എന്റെ ആഗ്രഹത്തിനായിരുന്നു അവർ കൂടെ നിന്നത്. ഇനി അപ്പൊ അവരുടെ ആഗ്രഹത്തിന് ഞാൻ കൂടെ നിൽക്കണം. കല്യാണം നോക്കുന്നുണ്ട്. നല്ല ആലോചന വന്നാൽ ഉറപ്പായിട്ടും പെട്ടെന്ന് കല്യാണം നടത്തും. സ്വന്തം കാലിലായി. സ്വന്തം കാലിൽ വർഷങ്ങളായിട്ടുണ്ട്. ഫാമിലി ഞാൻ കൊണ്ടുപോകുന്നത്. എന്നാലും ഇപ്പൊ ഫ്രീ ആയല്ലോ, ഒന്ന് ഫ്രീ ആയി. അതുകൊണ്ട് ഇനി കല്യാണം നോക്കണം.